റോജിയം ജോൺ MLA കർഷക കുടുംബാംഗങ്ങളായ MP ജോണിന്റെയും എൽസമ്മ ജോണിന്റെയും മകനായി കണ്ണൂരിലെ കുടിയേറ്റ ഗ്രാമമായ ഉദയഗിരിയിലാണ് ജനിച്ചത്. തിരുമേനി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം എറണാകുളം തേവര SH കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും BA എക്കണോമിക്സും പാസ്സായി. 2001 തേവര SH കോളേജ് യൂണിയൻ ചെയർമാനായി. ശേഷം ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദവും ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MPhilഉം നേടി. KSUവിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച അദ്ദേഹം 2016 അങ്കമാലി നിയോജക മണ്ഡലത്തിലെ MLA ആയി സ്ഥാനമേറ്റ് നീണ്ട 10 വർഷക്കാലവും ഇപ്പോഴും അകമഴിഞ്ഞ സേവനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നുവന്ന് ഇന്നും യുവത്വത്തിന്റെ ശബ്ദമായി മാറിയ അദ്ദേഹം ഇന്ന് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള നിലവാരത്തിലേക്ക് നയിക്കാൻ ദീർഘവീക്ഷണയോടെ ചുവടുവെക്കുന്ന നമ്മുടെ സ്വന്തം ജനനേതാവ് മന്ത്രി ശ്രീ റോജിയം ജോൺ അവർകളെ ഏറ്റവും ആദരവോടെ മറുപടി പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യും. വേദിയിലെ സന്നിഹിതരായിരിക്കുന്ന ഡോക്ടർ സ്റ്റിജി ജോസഫ്, സിസ്റ്റർ പൂജിത, മിസ് ധന്യ, മിസ് ഷീന, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് വൈദികര്, സിസ്റ്റേഴ്സ്, LF കുടുംബാംഗങ്ങളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. LF ആശുപത്രിയിലെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നിരവധി പരിപാടികളിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ 10 വർഷക്കാലത്തിൽ ഏറ്റവും അധികം തവണ ഏറ്റവും കൂടുതൽ പരിപാടികൾ പങ്കെടുത്തിട്ടുള്ളത് ഒരുപക്ഷെ LF ആശുപത്രിയുടെ പരിപാടികളിലായിരിക്കും. ഞാനില്ലാത്ത പരിപാടികൾ ഇക്കാലയളവിൽ അപൂർവം ആയിരിക്കും എന്ന് വേണം പറയാനായിട്ട്. അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ LF ആശുപത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ഒരു സ്വന്തം സ്ഥാപനം എന്ന ഒരു ചിന്തയാണ്. അങ്കമാലിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്കമാലിക്കാരുടെ സ്ഥാപനമാണ്, നമ്മുടെ സ്ഥാപനമാണ്, നമ്മുടെ ആശുപത്രിയാണ്. അപ്പോ ആ ഒരു ഫീലിൽ തന്നെയാണ് ഈ കാലം അത്രയും ഈ സ്ഥാപനം LFുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇവിടേക്ക് കടന്നു വരുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ എന്റെ പൊതുവിലുള്ള സ്വീകരണ പരിപാടികൾ പല സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ ആളുകൾ വിളിക്കുന്നുണ്ട് എങ്കിലും എല്ലായിടത്തും ഇതുവരെ എത്തിച്ചേരാൻ സമയം കൊടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ പാലക്കപ്പള്ളി അച്ഛൻ വിളിച്ച് LFന് ഒരു സ്വീകരണം എന്ന് എന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊന്നും ചിന്തിക്കാതെ ആദ്യമേ അതിന് ഞാൻ ഡേറ്റ് ഞാനത് സന്തോഷത്തോടുകൂടി ഞാനത് സ്വീകരിക്കുകയായിരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞ എല്ലാ നല്ല വാക്കുകളും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. ഒരു ജനപ്രതിനിധിയായി ഇവിടെ അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ MLA ആവുന്നതിന് മുമ്പ് പാലക്കപ്പള്ളി അച്ഛനായിട്ട് ചെറിയ പരിചയം ഉണ്ടായതാണ്. ഇവിടെ അതിനുശേഷം ജനപ്രതിനിധിയായി വന്നു. ഇവിടെ വിക്കിപീഡിയയൊക്കെ നന്നായി വായിച്ചു പഠിച്ച് അവർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തായാലും കണ്ണൂർ ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരു മലയോര ഗ്രാമത്തിൽ ജനിച്ച ഞാൻ പിന്നീട് എറണാകുളത്തുകാരനായി ഇവിടെ അങ്കമാലിയിലെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അന്ന് തന്നെ വലിയ പരിചയം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടിയും എന്നെ 2 കൈ നീട്ടി സ്വീകരിക്കുകയും മികച്ച ഒരു വിജയം 2016 നൽകുകയും അതിനുശേഷം അത് 2021 ആവർത്തിക്കുകയും ഇപ്പോ 2026 ഞങ്ങൾക്ക് പ്രതീക്ഷയിനപ്പുറത്തുള്ള ഒരു വിജയം ഏകദേശം 37,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അങ്കമാലിക്കാര് 3ാം തവണയും വിജയിപ്പിച്ചു എന്ന് പറയുന്നത് വലിയൊരു അംഗീകാരം തന്നെയാണ്. അപ്പോ ആ സ്നേഹം അല്ലെങ്കിൽ ആ കടപ്പാട് എന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മൾ ഏതൊക്കെ സ്ഥാനമാനങ്ങളിൽ എത്തിയാലും, ഞാൻ ഇപ്പോൾ MLA ആയാലും മന്ത്രി ആയാലും ഇനി ഏത് സ്ഥാനത്ത് വന്നാലും അതൊക്കെ ഞാൻ ആ സ്ഥാനത്തിന്റെ എന്താ പറയുന്ന ഒരു പദവിയുടെ അംഗീകാരം എന്നതിനപ്പുറത്ത് നമ്മളെപ്പോഴും ഒരു സാധാരണക്കാരനായി നിലനിൽക്കുവാനായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ നാടിന്റെ കാര്യത്തിലായാലും മണ്ഡലത്തിന്റെ കാര്യത്തിലായാലും നമ്മുടെ LF ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള ഏത് കാര്യങ്ങളിലായാലും സാധ്യമായ ഇടപെടലുകളൊക്കെ നടത്താൻ എപ്പോഴും കൂടെ ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ഒത്തിരിയേറെ അല്ലെങ്കിൽ സമഗ്രമായ സമൂലമായ മാറ്റം ആവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നാളെ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു മേഖല ഒക്കെയാണ്. അപ്പൊ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ചലഞ്ചുമാണ്, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വകുപ്പാണിത്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്റെ അടുത്ത്
വകുപ്പ് അലോക്കേഷനും എന്നെ വിളിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഹയർ എഡ്യൂക്കേഷനാണ് റോജിക്ക് വെച്ചിരിക്കുന്നത്. അപ്പോ അത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വകുപ്പാണ്. അത് റോജിക്ക് അത് ചെയ്യാൻ സാധിക്കും. അപ്പോ ആ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാൻ റോജിക്ക് കഴിയും. അത് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എന്റെ അടുത്ത് ഇത് പറഞ്ഞത്. അപ്പോ ഞാൻ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പായിരിക്കുമെന്ന ചിന്തയൊന്നും എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നില്ല. മന്ത്രിയാകും എന്നുള്ള കണക്കുകൂട്ടലൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു യോഗത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് വോട്ട് ചോദിച്ച ആളുകളുടെ അടുത്ത് ചെന്നപ്പോൾ എന്റെ അടുത്ത് പലരും പറഞ്ഞത് വോട്ട് ചെയ്യാനല്ല മന്ത്രിയായിട്ട് വരണം എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോ അതുപോലെ തന്നെ ഒത്തിരിയേറെ ആളുകളുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പോലും അറിയാത്ത നിരവധി ആളുകളുടെ പ്രാർത്ഥനയും എന്താ പറയുക സഹായവും ഒക്കെ അതിലുണ്ടായിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു വകുപ്പിലേക്ക് കടന്നു വന്നു. അപ്പൊ ഉന്നത വിദ്യാഭ്യാസ വകുപ്പൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോ വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്വം ലഭിച്ചിരിക്കുന്നു. അതിന്റെ പ്രതീക്ഷകൾ എല്ലാവരിലും ഉണ്ട് എന്നറിയാം. അപ്പൊ ആ പ്രതീക്ഷയ്ക്ക് തുയരാനായിട്ടുള്ള എല്ലാ പരിശ്രമവും ഉണ്ടാകും എന്ന് ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നത് ഞാൻ എപ്പോഴും മനസ്സിൽ കരുതുന്ന ഒരു കാര്യം, നമ്മൾ ഏത് സ്ഥാനത്തെത്തിയാലും അതൊക്കെ ജനങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള ഒരു അംഗീകാരമാണ്, അല്ലെങ്കിൽ ജനങ്ങൾ നമുക്ക് ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യമുണ്ട്. അപ്പൊ ഞാൻ ഈ സ്ഥാനത്തേക്ക് കടന്നു വരാനായിട്ട് കാരണമായത് എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ പിന്തുണയാണ്, നിങ്ങളുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതെന്നും ഞാൻ മനസ്സിൽ കാത്തു സൂക്ഷിക്കും. തുടർന്നും അത് ആ നിലയിൽ തന്നെ എന്നും ഉണ്ടാകും. ഏത് ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞ പോലെ ഏത് സ്ഥാനത്ത് എത്തിച്ചേർന്നാലും ഞാൻ ഒരു സാധാരണക്കാരനായി ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ആ നിലയ്ക്ക് തുടർന്ന് നമ്മുടെ നാടിന്റെ വലുതും ചെറുതുമായിട്ടുള്ള ഏതൊരു കാര്യത്തിനും വലുപ്പ ചെറുപ്പമൊന്നും നോക്കാതെ, അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയമോ ജാതി മതമോ ചിന്തകളോ ഒന്നും നോക്കാതെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് എന്നും ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. ഇവിടെ വീണ്ടും ഇങ്ങനൊരു സ്വീകരണ പരിപാടി നൽകിയതിന് വളരെ ഹൃദ്യമായ വാക്കുകൾക്ക് ഇത്ര ഒരു വളരെ ഗംഭീരമായ ഒരു പരിപാടി സംഘടിപ്പിക്കുവാനായിട്ട് തയ്യാറായതിന് LF ആശുപത്രിയുടെ ഡയറക്ടർ അച്ഛനോടും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് വൈദികരുടെ ഈ LF കുടുംബത്തോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. തുടർന്നും ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിനായാലും ഏത് പരിപാടിയിലായാലും ഒക്കെ എന്റെ സാന്നിധ്യം അല്ലെങ്കിൽ എന്റെ സാധ്യമായിട്ടുള്ള എല്ലാ ഇടപെടലും ഉണ്ടാവും. പരിപാടിക്ക് വന്നില്ലെങ്കിൽ ബാബു പ്രശ്നം ഉണ്ടാക്കും. ഏത് പരിപാടി വന്നാലും ആദ്യം ബാബു വിളിക്കും, വരണമെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് തുടർന്ന് ഉണ്ടാകും എന്നൊരിക്കൽ കൂടി നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും സഹകരണവും ഒക്കെ തുടർന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളിവിടെ നൽകിയ ഈ സ്വീകരണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം.